സ്പർശനവും സംഭാഷണവും നിന്റെ മാലിന്യം കഴുകിക്കളയും. അതിന്റെ ഫലമായി നിന്റെ തനിരുപത്തിലും സൗന്ദര്യത്തിലും നീ പ്രശോഭിക്കും എന്ന് ഞാൻ നിന്നോട് ഒന്നിച്ചു ചേരും. ഇങ്ങനെ പറഞ്ഞ് ഗൗതമൻ ഹിമാലയ പ്രദേശത്തേക്ക് തിരിച്ചു. ആ നിമിഷം മുതൽ അഹല്യയ്ക്ക് പേരും രൂപവും നഷ്ടമായി. അവൾ വായു ഭക്ഷിച്ച് തപസ്സിൽ അഗാധമായി മുഴുകി. അമ്മാനമാനമായി വീണ്ടും കുടിച്ചേരുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് സുന്ദരമായിരുന്ന ഈ ഉപവനം അവഗണന അനുഭവിച്ച് ഇങ്ങനെയായിത്തീർന്നു. വിശ്വാമിത്രൻ ഈ കഥ പറഞ്ഞപ്പോൾ രാമചന്ദ്രൻ അത്യാശ്ചര്യം പ്രകടിപ്പിച്ചു. എന്ത്? ആ മുനിപത്നി എന്നെ കാത്തിരിക്കുകയാണെന്ന് അങ്ങ് പറയുന്നു? പാവം! എവിടെയാണ് തപസ്സിലിരിക്കുന്നത്? എവിടെയെന്ന് പറയൂ. രാമൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ വിശ്വാമിത്രനും ലക്ഷ്മണനും കുറേ ദൂരം അനുഗമിച്ചു. അദ്ദേഹം കുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന കുറേ കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ പോയി. ഒരു മുൾച്ചെടിയുടെ പിന്നിലെ ഒരു കുടിലിൽ കടന്നു ചെന്നു. അഹല്യ ആ നിമിഷം വരെ തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവൾ ദേവന്മാരുടെയും രാക്ഷസന്മാരുടെയും മനുഷ്യരുടെയും ദൃഷ്ടികളിൽ നിന്നും വളരെ അകലെയായിരുന്നു. അഹല്യ സ്വന്തം പേര് മറന്നിരുന്നു. രൂപവും നഷ്ടപ്പെട്ടിരുന്നു. ഭക്ഷണം, ഉറക്കം എന്നിവയ്ക്കൊന്നും അവൾക്ക് യാതൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല. ഒരു പാറക്കഷണം പോലെ അഹല്യ അങ്ങനെ നിൽക്കുകയായിരുന്നു. മേഘങ്ങളാൽ പൂർണ്ണമായും മറയ്ക്കപ്പെട്ട ചന്ദ്രബിംബം പോലെയോ മൂടിയുയർന്ന ധൂമയവനികയാൽ മൂടപ്പെട്ട യാഗാഗ്നി പോലെയോ അവൾ കാണപ്പെട്ടു. രാമൻ അവളെ സമീപിച്ചപ്പോൾ അവിടുത്തെ പാദങ്ങൾ അവളെ സ്പർശിച്ചു. അഹല്യ തലയുയർത്തി രാമന്റെ ദിവ്യകോമളമായ രൂപം കണ്ടു. എന്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാനെത്തിയ ഈശ്വര, ഞാൻ രക്ഷിക്കപ്പെട്ടു. അവസാനം അങ്ങയുടെ ഹൃദയം ഉരുകി. ആനന്ദമൂർച്ചയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ രാമന്റെ പാദങ്ങൾ പിടിച്ചു. അവൾ പല സ്തോത്രങ്ങളിലൂടെ കൃതജ്ഞത പ്രവഹിപ്പിച്ചു. മേഘങ്ങളുടെ പിന്നിൽ നിന്ന് ചന്ദ്രൻ എന്നപോലെ അവൾ ദീപ്തിയോടും നവോന്മേഷത്തോടും കൂടി എഴുന്നേറ്റു. ആ സമയത്ത് യോഗരഹസ്യങ്ങളുടെ സമ്പൂർണ്ണജ്ഞാനമുള്ള ഗൗതമനും അവിടെ അവരുടെ മുമ്പിലെത്തി. രാമൻ വന്നിട്ടുണ്ടെന്നും തന്റെ പത്നിയെ മോചിച്ചിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞിരുന്നു. കഠിന തപസ്സിനാൽ പവിത്രീകൃതയും രാമനാൽ അനുഗ്രഹീതയും ആയ അവളെ മഹർഷി സ്വീകരിച്ചു. പതിയും പത്നിയും ആനന്ദത്താൽ മതിമറന്ന് രാമലക്ഷ്മണന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഗൗതമൻ വിശ്വാമിത്രനോട് ബഹുമാനവും ആദരവും പ്രദർശിപ്പിച്ചു. ഈ അത്ഭുതങ്ങൾ കണ്ട് ശിഷ്യസംഘവും വിസ്മിതരായി. അവർ ആ സഹോദരന്മാരെ ആശ്ലേഷപൂർവ്വം വീക്ഷിച്ചു. വിശ്വാമിത്രൻ ഗൗതമനോട് അനുവാദം വാങ്ങി രാമലക്ഷ്മണന്മാരോടൊന്നിച്ച് വടക്കുകിഴക്കൻ ഭാഗത്തേക്ക് സഞ്ചാരം തുടർന്നു. സായം സമയമായപ്പോൾ അവർ ഒരു നഗരത്തിന് സമീപമെത്തി. അതാണ് മിഥില, ആ ഗംഭീരങ്ങളായ കെട്ടിടങ്ങളുടെ കൂട്ടമുള്ള സ്ഥലം എന്നിങ്ങനെ പറഞ്ഞ് മഹർഷി ദൂരത്തുനിന്ന് തന്നെ നഗരത്തെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ സഹോദരന്മാരും ശിഷ്യന്മാരും ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അവർക്കത് ഉള്ളിലൊതുക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നും അവർ അതിവേഗം നടന്നു. ശാരീരികമായ ക്ലേശം മറന്നു. അവർ ക്ഷണത്തിൽ നഗരത്തിന്റെ പ്രധാന പ്രവേശനദ്വാരത്തിലെത്തി. എവിടെ തിരിഞ്ഞാലും വേദങ്ങൾ ചൊല്ലുന്ന തപസ്സികളെയും ബ്രാഹ്മണരെയുമാണ് അവർ കണ്ടത്. യാഗാഗ്നി ജ്വലിപ്പിച്ച് അതിൽ ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന അനേകം വീടുകളും അവർ കണ്ടു. ഓരോ വൃക്ഷത്തിന്റെ ചുവട്ടിലും നാട്ടിൻപുറങ്ങളിൽ നിന്നും സഞ്ചരിച്ചെത്തിയ കാളവണ്ടികൾക്ക് ചുറ്റുമായി കൂട്ടം കൂട്ടമായി ആളുകൾ നിന്നിരുന്നു. വൃദ്ധരും യുവാക്കളും സ്ത്രീകളും കുട്ടികളുമായി എല്ലാ ജാതിയിൽപ്പെട്ടവരും ജീവിതത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായ ആളുകൾ ഓരോ മുക്കിലും സമ്മേളിച്ചിരുന്നു. അവരെല്ലാം ആനന്ദത്തിന്റെ പ്രവാഹത്തിൽ നീങ്ങുന്നതുപോലെ തോന്നി. എല്ലാ റോഡുകളിലും തെരുതെരെ കുറുകെ കിടക്കുന്ന ആവേശഭരിതരായ ജനങ്ങളെക്കൊണ്ട് നഗരം നിറഞ്ഞിരുന്നു. മഹർഷിയും കൂടെയുള്ളവരും താരതമ്യേന ജനത്തിരക്ക് കുറഞ്ഞുകണ്ട ഒരു കുളത്തിന്റെ തീരത്തെത്തി. അവർക്ക് എവിടെയാണ് താമസിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടിയിരുന്നു. എവിടെയാണെന്ന് ഇതുവരെ യാതൊരു തീർച്ചയുമുണ്ടായിരുന്നില്ല. സന്ധ്യാസ്നാനം, വന്ദനം മുതലായവയ്ക്കുള്ള സമയം ആസന്നമായിരുന്നു. അതുകൊണ്ട് അവർ സാധനങ്ങളെല്ലാം കുളക്കരയിൽ വെച്ച് കുളികഴിഞ്ഞ് സന്ധ്യാവന്ദനാദി കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. യജ്ഞം ആസന്നമായിരുന്നതുകൊണ്ട് രാജധാനിയിൽ നിന്ന് രാജസ്തുതി പാഠകരും രാജദൂതന്മാരും ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരുന്ന സന്യാസിമാരുടെ ഇടയിൽ അവരുടെ പേര്, അവരുടെ ഗുരുവിന്റെയും ആശ്രമത്തിന്റെയും പേര്, അവരുടെ ആധ്യാത്മിക പദവി, അവർ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടവരോ എന്നീ വിവരങ്ങളെല്ലാം അന്വേഷിക്കുവാൻ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ വസ്തുതകളും താമസവിനാ തന്നെ അറിയിക്കണമെന്ന് ജനകചക്രവർത്തിയുടെ കൽപ്പനയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ വിശ്വാമിത്രൻ സ്നാനവും മറ്റ് കൃത്യങ്ങളും നിർവഹിച്ച് ശിഷ്യന്മാരോടും രാമലക്ഷ്മണന്മാരോടുമൊപ്പം കുളക്കരയിൽ തന്നെ തങ്ങി. രാമലക്ഷ്മണന്മാർ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച നക്ഷത്രങ്ങളെപ്പോലെ കാണപ്പെട്ടു. വിശ്വാമിത്രൻ കൂടെയുള്ളവരോട് മിഥിലയുടെ പ്രഭാവങ്ങളെപ്പറ്റി വിവരിക്കുകയായിരുന്നു. അതിനിടയിൽ രാജധാനിയിൽ നിന്നും ഒരു രാജസ്തുതിപാഠകൻ അവരെ സമീപിച്ചു. വളരെ മര്യാദയോടുകൂടി അന്വേഷിച്ചു. ഗുരോ, സദയമങ്ങ് ആരാണെന്ന് പറയുക.
അങ്ങ് എവിടെ നിന്നാണ് വന്നത്? ഞങ്ങൾ രാജദൂതന്മാരാണ്. ഞങ്ങൾ രാജകൽപ്പന അനുസരിക്കുകയും ഞങ്ങളുടെ കൃത്യം നടത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. അങ്ങ് പേര് പറയുമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയുടെ ആഗമനത്തെപ്പറ്റി രാജാവിനെ അറിയിക്കാം. വിവരങ്ങൾ ശേഖരിച്ച് ദൂതൻ രാജധാനിയിലേക്ക് തിരികിട്ടുപോയി. ജനകചക്രവർത്തിയെ വിശ്വാമിത്രന്റെ ആഗമനത്തെപ്പറ്റി അറിയിച്ചു. ചക്രവർത്തി മഹാനായ ആ തപോധനനെ സ്വീകരിക്കാൻ സമുചിതമായ ഒരുക്കങ്ങൾ ചെയ്തു. സദാനന്ദന്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണർ, പുരോഹിതന്മാർ, പണ്ഡിതന്മാർ എന്നിവരെ വിശ്വാമിത്രനു സമീപത്തേക്ക് അയച്ചു. സ്വാഗതവും ശുഭാശംസകളും നേർന്നുകൊള്ളുന്ന വൈദിക മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടും രാജധാനിയിൽ നിന്നുള്ള സംഘം കുളക്കരയിലെ തിണ്ടിലെത്തി. തങ്ങളെ ചക്രവർത്തിയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് അവർ വന്നതെന്ന് വിശ്വാമിത്രൻ മനസ്സിലാക്കി. തന്നോടൊന്നിച്ചു വരുന്നതിന് ഒരുങ്ങിക്കൊള്ളുവാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. ഓരോരുത്തരും അതിനു തയ്യാറായി. ഇതിനിടയിൽ സദാനന്ദൻ ശരിയായ വൈദിക പാരമ്പര്യത്തിൽ ഒരു മഹാഗുരുവിന് യോജിച്ച വിധം വിശ്വാമിത്രനെ ആദരിച്ച് അദ്ദേഹം മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. വൈദിക മന്ത്രശുദ്ധമായ ലഘുഭക്ഷണം നൽകി. ചക്രവർത്തിയുടെ കൽപ്പനയനുസരിച്ചാണ് താനും ഒന്നിച്ചുള്ളവരും വന്നിട്ടുള്ളത്. മഹർഷിയെയും കൂടെയുള്ളവരെയും ഏറ്റവും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നെല്ലാം മാതൃകാപരമായ വിനയത്തോടുകൂടി അറിയിച്ചു. ആ സംഘത്തിന്റെ സാമാനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരു പല്ലക്ക് അവിടെ നിർത്തി. മഹർഷിയെയും മറ്റുള്ളവരെയും പലതരം സംഗീതോപകരണങ്ങൾ പ്രയോഗിക്കുന്ന ഗായകന്മാരുടെ അകമ്പടിയോടുകൂടി രാജകീയ പാതയിൽ അവർ പ്രവേശിച്ച ഉടനെ നഗരത്തിലേക്ക് നയിച്ചു. സ്തുതിപാഠകരോടും അടുത്ത ബന്ധുക്കളോടും മന്ത്രിമാരോടും രാജവർത്തി തന്നെ അവരുടെ അടുക്കലേക്ക് വന്നു. പ്രഭോ, എന്റെ ഏറ്റവും വലിയ അഭിലാഷം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങയുടെ ആഗമനത്തോടുകൂടി മിഥിലയ്ക്ക് അതുല്യമായൊരു തേജസ്സുണ്ടായിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ് ചക്രവർത്തി വിശ്വാമിത്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം അദ്ദേഹം മഹർഷിയുടെയും വിദ്യാർത്ഥികളുടെയും ശിഷ്യന്മാരുടെയും ക്ഷേമത്തെപ്പറ്റി അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ ബാലന്മാരായ രാമലക്ഷ്മണന്മാരുടെ മേൽ പതിച്ചു. സൗന്ദര്യദീപ്തിയുടെ മൂർത്തിമദ്ഭാവമാണവർ എന്ന് അദ്ദേഹത്തിന് തോന്നി. അല്പസമയത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ കഴിഞ്ഞില്ല. കഠിനശ്രമത്തിനു ശേഷം വിശ്വാമിത്രനോട് സംസാരിക്കാൻ മാത്രമുള്ള പരിസരബോധം അദ്ദേഹത്തിന് തിരിച്ചുകിട്ടി. അദ്ദേഹം ചോദിച്ചു, ഗുരോ, ഇവരാരാണ്? ഇവരിനി ദേവന്മാരെപ്പോലെ എനിക്ക് തോന്നുന്നു. എന്റെ മേൽ അനുഗ്രഹമർപ്പിക്കാൻ വേണ്ടി അവർ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും വന്ന പോലെ തോന്നുന്നു. ആ ദേവന്മാരുടെ ലോലവും ദിവ്യവുമായ വശീകരണശക്തി ഇവർക്കുണ്ട്. അല്ലെങ്കിൽ അവർ ഭൂമിയിലേക്ക് വന്ന സൂര്യചന്ദ്രന്മാരാവാം. തരുണസൗന്ദര്യത്തിന്റെ ഈ മൂർത്തീകരണങ്ങൾ എങ്ങനെയാണ് അങ്ങയാൽ നയിക്കപ്പെട്ട ഈ സംഘത്തിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് ഇത്രയും ദൂരം നടന്നുവന്നത്? അല്ലെങ്കിൽ ഇവിടെ അടുത്തുനിന്നെങ്ങാനും അങ്ങയുമായി പരിചയപ്പെട്ടു ഒന്നിച്ചു വന്നതോ? താനെവിടെയാണെന്നോ തനിക്കെന്താണറിയേണ്ടതെന്നോ ഉള്ള കാര്യം വിസ്മരിച്ച് തന്നോട് തന്നെ സംസാരിക്കുന്നതുപോലെ ജനകൻ ഒന്നിനു പുറകെ മറ്റൊന്നായി ചോദ്യങ്ങൾ തുരുതുരെ ചോദിച്ചുകയായിരുന്നു. വിശ്വാമിത്രൻ ചക്രവർത്തിയുടെ സ്ഥിതി മനസ്സിലാക്കി. അദ്ദേഹത്തിന് മന്ദസ്മിതം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഇവർ അയോധ്യയിലെ ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ്. അവരുടെ പേർ രാമനെന്നും ലക്ഷ്മണനെന്നും. ഈ കുട്ടികളുടെ പരാക്രമവും പ്രവർത്തനശേഷിയും അമ്പരപ്പിക്കുന്നതും അത്ഭുതജനകവുമാണ്. മഹർഷിക്ക് കുറേക്കൂടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് താമസിക്കാനുള്ളിടത്തെത്തിച്ച് അവരെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പറയുകയാണ് നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അവർ തങ്ങൾക്ക് താമസിക്കുവാൻ സൗകര്യപ്പെടുത്തിയ സ്ഥലത്തേക്ക് നടന്നു. മനോഹരമായൊരുദ്യാനത്തിന്റെ മധ്യത്തിൽ ക്ഷേത്രത്തിന്റെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ചെറിയ സുന്ദരമായ കെട്ടിടമായിരുന്നു അത്. പച്ചിലകളാലും തോരണങ്ങളാലും ഭംഗിയായി അലങ്കരിച്ചിരുന്നു. ഏറ്റവും നിശ്ശബ്ദവും പ്രശാന്തവുമായ സ്ഥലം. സ്വർഗ്ഗത്തിൽ നിന്നും കാരുണ്യത്തിന്റെ ചിറകിൽ കൂടി ശാന്തി നിപതിച്ചുപോലെയിരുന്നു ആ സ്ഥലം. രാജകീയ വസതിയുടെ വളരെ അടുത്തായിരുന്നു അത് സ്ഥിതി ചെയ്തിരുന്നത്. അവരെ അകത്തു പ്രവേശിപ്പിച്ചതിന്റെ ശേഷം ജനകൻ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അങ്ങയുടെ ആഗമനം എന്നിൽ അളവറ്റ ശക്തിയും ആനന്ദവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. അനേകം ജന്മങ്ങളിൽ നേടിയ നന്മയുടെ ഫലമായിട്ടാണ് ഈ ഭാഗ്യം കൈവന്നതെന്ന് എനിക്ക് തീർച്ചയാണ്. ഞാനിപ്പോൾ വിട ചോദിക്കുന്നു. ഋതിക്കുകളുടെ അഭിപ്രായത്തിൽ യജ്ഞം ആരംഭിക്കുവാൻ 12 ദിവസത്തെ ഒഴിവുണ്ട്. സദയം അത്രയും കാലം ഇവിടെ മിഥിലയിൽ തന്നെ താമസിച്ച് എന്നെ അനുഗ്രഹിക്കണം. ഈ ആവശ്യത്തിന് തനിക്കെതിരൊന്നുമില്ലെന്നും വിശ്വാമിത്രൻ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ജനകന്റെ മനസ്സിലുണ്ടായിരുന്ന ഭയാശങ്കകൾ നീക്കം ചെയ്യപ്പെട്ടു. അകന്നിരിക്കാൻ അത് കൂടുതൽ ദീർഘമായ കാലമല്ലല്ലേ എന്ന പോലെ രാമലക്ഷ്മണന്മാർ പരസ്പരം നോക്കി. ആ രാത്രി അവർക്ക് വിശ്രമവും നിർബാധമായ നിദ്രയും ലഭിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യപ്പെട്ടിരുന്നു. അവർക്കായി പാൽ, പഴങ്ങൾ, മറ്റ് സാധനങ്ങളെല്ലാം രാജധാനിയിൽ നിന്നും നൽകി. ജനകൻ സ്ഥലം വിടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ ദർശനം ഇനി നാളെ പ്രഭാതത്തിൽ സാധിച്ചുകൊള്ളാം. ഇനിയും അങ്ങയെ താമസിക്കുന്നത് ശരിയല്ല. കാരണം അങ്ങ് ദീർഘവും ക്ലേശകരവുമായ ഒരു യാത്ര കഴിഞ്ഞു വരികയാണല്ലോ. പണ്ഡി, തന്മാർ, പുരോഹിതന്മാർ എന്നിവരോടൊപ്പം ജനകൻ രാജധാനിയിലേക്ക് മടങ്ങി. രാമനും ലക്ഷ്മണനും ചക്രവർത്തിയുടെ ഭക്തിയെയും വിനയത്തെയും
അദ്ദേഹത്തിന്റെ മുഖത്തു വിളങ്ങുന്ന ശാന്തിയുടെയും ആനന്ദത്തിന്റെയും തേജസ്സിനെയും കുറിച്ച് സംസാരിച്ചു. അവർ ഗുരുവിന്റെ ഒരു ഭാഗത്തിരുന്ന് പാലും പഴങ്ങളും കഴിച്ചു. അനന്തരം അനുമതി കിട്ടിയ ശേഷം വിശ്രമമുറിയിലേക്ക് പോയി. രാത്രി അവർ സുഖമായി ഉറങ്ങി. പകൽ വെളിച്ചം നഗരത്തിൽ പരന്നതിന്റെ ശേഷം വാതിൽക്കൽ നിന്നും കുഴലിന്റെയും ചെണ്ടയുടെയും ശബ്ദം ഉയർന്നു. ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ചൊല്ലി. രാമനും ലക്ഷ്മണനും എഴുന്നേറ്റ് കുളിയും പ്രഭാതകർമ്മങ്ങളും കഴിച്ച് വിശ്വാമിത്രന്റെ അടുത്ത് ചെന്നു. ഗുരു അവർക്ക് കുടിക്കാൻ പാൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ജനകൻ ഏതുനേരവും ഇവിടെ വരാം. പ്രാത്തൽ കഴിച്ച് തയ്യാറായിരിക്കുക. ഉടനെ അവരും മഹർഷിയുടെ ബാലശിഷ്യന്മാരും മുറിയിലേക്ക് പോയി. പാലും പഴങ്ങളും കഴിച്ച് വന്ന് കൈകഴുകി അവർ ശാന്തമായി ഗുരുവിന്റെ അടുത്ത് ചെന്ന് ആദരപൂർവ്വം ഇരുന്നു. ഇതിനിടയിൽ ജനകചക്രവർത്തി തന്റെ ഗുരുവുമൊന്നിച്ച് വിശ്വാമിത്രനെ അഭിവാദനം ചെയ്യാനായി വരുന്നുണ്ടെന്നറിവായി. ശംഖുലികളും മാമൂലനുസരിച്ചുള്ള 9 സംഗീതോപകരണങ്ങളുടെ ശബ്ദവും രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ആഗമനത്തെ വിളിച്ചറിയിച്ചു. ജനകൻ ശുഭ്രപ്രദമായ ചന്ദനവും ധാന്യമണികളും കൈയിലെടുത്തുകൊണ്ട് കടന്നുവന്നു. സദാനന്ദനും പരിവാരങ്ങളും അപ്പോൾ ആ പവിത്രവസതിയിൽ പ്രവേശിച്ചു. കൃതജ്ഞനും സന്തുഷ്ടനുമായി ജനകൻ മഹർഷിയുടെ പാദം കഴുകി. പാരഗ്രാഫ് 5. അനന്തരം ജനകൻ വിശ്വാമിത്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. മഹർഷിക്കായി വെച്ചിരുന്ന ഇരിപ്പിടത്തിന്റെ സമീപം ഉയർന്ന ആസനത്തിന്റെ അടുത്തായി നിന്നു. വിശ്വാമിത്രൻ നിർദ്ദേശം നൽകിയ ഉടനെ ജനകൻ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. നിലത്ത് വിരിച്ചിരുന്ന പരവതാനിയിൽ ഗുരുവിന്റെ വലത്തുഭാഗത്തായി രാമലക്ഷ്മണന്മാരും ഇരുന്നു. ജനകൻ പറഞ്ഞു, മഹാമുനേ, ഇപ്പോൾ അങ്ങയുടെ ആജ്ഞയെന്താണ്? അത് സ്വീകരിക്കാനും അതുപ്രകാരം പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ്. സദയമറിയിക്കൂ. ജനകൻ പ്രാർത്ഥനാപുരസ്സരം കൈകൾ കൂപ്പി. ഇതു കേട്ടപ്പോൾ വിശ്വാമിത്രൻ മന്ദഹസിച്ചു. എന്നിട്ടു പറഞ്ഞു, ഇന്നലെ രാത്രി സമയമില്ലാതിരുന്നതുകൊണ്ട് എനിക്ക് വിസ്തരിച്ചു പറയാൻ കഴിഞ്ഞില്ല. ഈ രാജകുമാരന്മാരെപ്പറ്റി രാമനെയും ലക്ഷ്മണനെയും ഞാനിപ്പോൾ പറഞ്ഞുതരാം. അങ്ങ് അവരുടെ കഥ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നല്ലോ. താങ്കൾക്കിപ്പോൾ അത് കേൾക്കാൻ സമയമില്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ പറയാം. ജനകൻ സാദര്യം പറഞ്ഞു, ഗുരോ, അങ്ങുമായി സംഭാഷണം ചെയ്യുന്നതുകൊണ്ടുള്ള ആനന്ദനിർവൃതി അനുഭവിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ജോലി എനിക്ക് മറ്റെന്താണുള്ളത്? യുഗങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തപസ്സിന്റെ മാത്രം ഫലമാണി സമ്മർദ്ദം. അവരെപ്പറ്റിയുള്ള വിവരങ്ങൾ അങ്ങ് പറഞ്ഞുതരണമെന്ന പ്രതീക്ഷ തന്നെ എന്നെ പൂർണ്ണനാക്കുന്നു. അത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അനന്തരം വിശ്വാമിത്രൻ ദശരഥന്റെ രാജധാനിയിൽ ചെന്നതുമുതൽ യജ്ഞം വരെ ഉണ്ടായിരുന്ന സംഭവങ്ങളും യജ്ഞം രക്ഷിക്കാൻ ആ കുട്ടികൾ കാവൽ നിന്ന വീരോചിതമായ രീതിയും യജ്ഞകർമ്മങ്ങൾ അശുദ്ധമാക്കാൻ രാക്ഷസന്മാർ ചെയ്ത ശ്രമങ്ങളെ അവർ പരാജയപ്പെടുത്തിയതും വിവരിച്ചു. അവരുടെ നേട്ടങ്ങളെ പുകഴ്ത്തുകയും വിവരണഘട്ടത്തിൽ കൃതജ്ഞതയുടെയും ആനന്ദത്തിന്റെയും ബാഷ്പങ്ങൾ മഹർഷിയുടെ കണ്ണുകളിൽ ഉയർന്നുവരികയും അദ്ദേഹം പലവട്ടം വസ്ത്രാഞ്ജലം കൊണ്ട് അവ ഒപ്പിക്കളയേണ്ടി വരികയും ചെയ്തു. ഈ വാക്കുകൾ കേട്ടും അദ്ദേഹത്തിന്റെ ഗാംഭീര്യം കൊണ്ടും കുട്ടികളുടെ വശീകരണശക്തിയിലുള്ള കോമളത്വം കൊണ്ടും ജനകൻ പരമാനന്ദമനുഭവിച്ചു. താൻ പലപ്പോഴും സമാധിയിൽ അനുഭവിച്ച ആനന്ദം കുട്ടികൾ ദിവ്യതേസിന്റെ മൂർത്തിമദ്ഭാവമാണെന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടു. അദ്ദേഹം പലപ്പോഴും മറ്റു വല്ലയിടങ്ങളിലേക്കും നോക്കാൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾ ബ്രഹ്മജ്യോതിസ് വർഷിക്കുന്നതും സുന്ദരവും കമലസദൃശവുമായ ആ മുഖങ്ങളുടെ ദർശനത്തിനു മാത്രം ദാഹിച്ചു. തന്റെ ഉള്ളിലുള്ള ആനന്ദനിർവൃതിയുടെ ബഹിർപ്രകാശം ജനകൻ വളരെ പ്രയാസപ്പെട്ട് തടഞ്ഞു. ആദരവോടും വിനയത്തോടും കൂടി ശ്രദ്ധാപൂർവം അവരെത്തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹം സ്ഥിതി ചെയ്തു. താനൊരു ചക്രവർത്തിയാണെന്നും ആ കുട്ടികൾ മറ്റൊരു ചക്രവർത്തിയുടെ കുമാരന്മാരാണെന്നും ഒരു നിമിഷനേരത്തേക്ക് അദ്ദേഹം ഓർമ്മിച്ചില്ല. അവർ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതാണെന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായി. അവരുടെ അമാനുഷികമായ ശക്തിയെയും വൈദഗ്ധ്യത്തെയും സംബന്ധിച്ച വിവരങ്ങളാൽ ആ ബോധം വർദ്ധിക്കുകയും ശക്തിപ്പെടുകയും ചെയ്തു. ഈശ്വരന്റെ ഗുണസാദൃശ്യമുള്ള അപൂർവ വ്യക്തികളാണ് അവരെന്നും അദ്ദേഹം മനസ്സിലാക്കി. കാരണം പ്രശസ്തമായ ഒരു യജ്ഞത്തിന്റെ രക്ഷാകർതൃത്വം സാധിക്കാതിരുന്ന മുനിമാർക്കുതന്നെ അവർ ഏറ്റെടുത്ത് പ്രായപൂർത്തിയെത്തുന്നതിനു മുൻപേ എന്തൊരത്ഭുതം! അത്ഭുതകരമായി നിർവഹിച്ചു തന്നത് അദ്ദേഹം അത്യന്തം വിസ്മയാധീനനായി. മിഥിലയിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ഭാഗത്തോടുകൂടി മഹർഷി വിവരണം തുടർന്നു. ആ 2 സഹോദരന്മാരോട് മഹർഷി പറഞ്ഞുകൊടുത്ത കഥകളും ജനകനോട് വിശദമായി പറഞ്ഞു. തലസ്ഥാന നഗരിയുടെ സമീപം സ്ഥിതിചെയ്യുന്ന ആശ്രമത്തിലെ ഗൗതമപത്നിയായ അഹല്യയുടെ പവിത അനുസ്വാരം വിമോചനത്തിന്റെയും കഥ പറഞ്ഞപ്പോൾ സദാനന്ദൻ അളവറ്റ ആശ്ചര്യത്തിന് അധീനനായി. അദ്ദേഹം പെട്ടെന്ന് ഉച്ചത്തിൽ ചോദിച്ചു, എന്ത്, എന്റെ മാതാവ് ശാപത്തിൽ നിന്നും മോചിതയായോ? ഈ ദിവ്യവ്യക്തികൾ എന്റെ മാതാവിനെ പരിശുദ്ധയാക്കിയോ? പിന്നീട് അവരെ പിതാവിന് തിരികെ ഏൽപ്പിച്ചുവോ? ഹാ, സംശയരഹിതമായും അവർ ദിവ്യന്മാർ തന്നെ. കൃതജ്ഞതയുടെയും ആനന്ദത്തിന്റെയും ബാഷ്പപ്രവാഹം കവിൾത്തടത്തിലേക്ക് ഒഴുകി. അദ്ദേഹം വികാരാധീനനായി സ്തംഭിച്ചുപോയി. വിശ്വാമിത്രൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, മകനേ,
ഇതുവരെ നടന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇത്രയും വികാരാധീനനാകേണ്ടതില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇവയേക്കാൾ എത്രയോ അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കാനിരിക്കുന്നു. അവയുടെ അമാനുഷ പ്രഭാവം ആശ്ചര്യത്തിനും ആനന്ദനിർവൃതിക്കും കാരണമാകും. നാളെയോ മറ്റന്നാളോ താങ്കളുടെ അമ്മയും അച്ഛനും മിഥിലാനഗരിയിൽ വരും. രാമലക്ഷ്മണന്മാരുടെ അത്ഭുതകരമായ കഥ താങ്കൾക്ക് അവരിൽ നിന്നും കേൾക്കാം. ശാന്തമായിരിക്കൂ. ഇതു കേട്ടപ്പോൾ ജനകചക്രവർത്തി പറഞ്ഞു, ഗുരോ, ഇത്രയും ദിവ്യത്വമുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാർ എത്ര ധന്യാത്മാക്കളാണ്. നിങ്ങളെല്ലാവരും എന്റെ വസതിയിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് ഞാൻ എത്ര ഭാഗ്യവാനാണ്. അദ്ദേഹം രാമന്റെയും ലക്ഷ്മണന്റെയും നേരെ തിരിഞ്ഞ് ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഓമനകളെ, ഞാൻ നിങ്ങൾക്കുവേണ്ടി തയ്യാറാക്കിയ വസതി നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചോ നിങ്ങളുടെ അന്തസ്സിന് യോജിച്ചതോ ആയിട്ടില്ലെങ്കിൽ മാപ്പുതരണം. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ചിതമായ വസതികൾ സൗകര്യപ്പെടുത്തുവാൻ ഞാനെപ്പോഴും തയ്യാറാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പക്ഷം നിങ്ങൾ മിഥിലയിൽ പരിചയമില്ലാത്തവരായതുകൊണ്ട് നഗരത്തിലെ കാഴ്ചകൾ കാണാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. വേണ്ടതെന്താണെന്ന് മടിക്കാതെ എന്നോടാവശ്യപ്പെടൂ. അപ്രകാരം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടപ്പെടുത്തോളൂ. മാതൃകാപരമായ സദ്ഭാവത്തോടും വിനയനായിക്കേയുള്ളൂ. മാതൃകാപരമായ സദ്ഭാവത്തോടും വിനയത്തോടുമുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ ജനകന്റെ നേരെ പ്രദർശിപ്പിക്കാനിഷ്ടപ്പെട്ട ആദരവിനെ പ്രകടമാക്കുന്ന രീതിയിൽ മറുപടി നൽകി. രാമൻ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ വെറും കുട്ടികളാണ്. അങ്ങ് ചെയ്ത ഏർപ്പാടുകളിൽ കൂടുതലൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്കുവേണ്ടി മറ്റു സ്ഥലത്തോ മറ്റു വല്ലതുമോ സൗകര്യപ്പെടുത്താൻ ബുദ്ധിമുട്ടേണ്ടതായിട്ടുമില്ല. എന്നിരുന്നാലും അങ്ങേക്ക് അത്രയും വർദ്ധിച്ച സ്നേഹം ഞങ്ങളോടുണ്ടെങ്കിൽ ഞങ്ങളുള്ള ഒരാഗ്രഹം നിറവേറ്റാൻ അങ്ങേക്ക് ശ്രമിക്കാം. അതേതെന്നെന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കാതെ അദ്ദേഹം ഗുരുവിശ്വാമിത്രന്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, ജനക, അയോധ്യയിൽ നിന്നും ഈ കുട്ടികൾ എന്നോടൊന്ന് ചെന്തിനു വന്നുവോ ആ കാര്യം നിർവഹിച്ചു കഴിഞ്ഞു. ഞാൻ നടത്താനുദ്ദേശിച്ച യജ്ഞം യാതൊരു ശുദ്ധിയും കൂടാതെ നടന്നുകഴിഞ്ഞപ്പോൾ രാമനും ലക്ഷ്മണനും തിരിച്ചുപോകാനുള്ള അനുവാദത്തിനപേക്ഷിച്ചു. ഇതിനിടയിലാണ് താങ്കൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള യജ്ഞത്തിൽ സംബന്ധിക്കാനുള്ള ക്ഷണം എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് എന്റെ കൂടെ മിഥിലയ്ക്ക് വരാൻ ഞാനവരോടാവശ്യപ്പെട്ടു. തന്റെ പിതാവ് എന്റെ ആശ്രമത്തിൽ വെച്ച് നടക്കുന്ന യജ്ഞത്തിന്റെ രക്ഷയ്ക്കുവേണ്ടി മാത്രമാണ് തന്നെ അയച്ചതെന്നും അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും അച്ഛനിൽ നിന്നും അകന്നു നിൽക്കുന്നത് ശരിയല്ലെന്നും അതുകൊണ്ട് മിഥിലയ്ക്ക് വരാൻ മടിയുണ്ടെന്നും രാമൻ എന്നോട് പറയുകയുണ്ടായി. എന്നാൽ താങ്കളുടെ കൈവശമുള്ള അനേകം ദിവ്യായുധങ്ങളെപ്പറ്റി ഞാൻ അവരോട് പറയുകയുണ്ടായി. എന്നാൽ താങ്കളുടെ കൈവശമുള്ള അനേകം ദിവ്യായുധങ്ങളെപ്പറ്റി ഞാൻ അവരോട് സംസാരിച്ചു. അത്തരം അപൂർവമായ ആയുധങ്ങൾ കാണുവാനും പ്രയോഗിക്കുവാനും അവർക്ക് പ്രകൃത്യാ താൽപര്യവ കൗതുകവുമുണ്ട്. അവർ നിശ്ചയമായും കാണേണ്ടതായ തങ്ങളുടെ അധീനതയിലുള്ള ശിവചാപത്തെപ്പറ്റി ഞാൻ അവരോട് വർണ്ണിച്ചു. അതിന്റെ കഥയും പറഞ്ഞുകൊടുത്തു. അപ്പോൾ അത് കാണണമെന്നുള്ള ആഗ്രഹം മൂലം എന്റെ കൂടെ ഇവിടേക്കു വരാൻ അവർ സമ്മതിച്ചു. അവർക്ക് നഗരം ചുറ്റിക്കാണാനോ രസകരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനോ ആഗ്രഹമില്ല. വില്ലുകൾ, അസ്ത്രങ്ങൾ, ശിഷ്ടരക്ഷണം എന്നിവയ്ക്കും ദുഷ്ടശിക്ഷണത്തിനും പ്രയോജനപ്പെടുത്തുന്ന ആയുധങ്ങൾ, ഇവയാണ് അവരുടെ ശ്രദ്ധയിൽ ആദ്യ പരിഗണന അർഹിക്കുന്നത്. ജനകൻ കൂടുതൽ കേൾക്കേണ്ടതില്ലെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, ആ കാര്യത്തിൽ കാലവിളംബം കൂടാതെ ശിവജാപം യജ്ഞശാലയിലേക്കെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. അവിടെ എത്തിക്കാനുള്ള ശുഭമുഹൂർത്തത്തെപ്പറ്റി ഗുരു സദാനന്ദനോടാലോചിക്കുവാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ശിവധനുസ് വിവരണം. ഇടയ്ക്കുള്ള സമയത്ത് രാമൻ ജനകനോട് ചോദിച്ചു, മഹാരാജാവേ, ഈ ദിവ്യചാപം അങ്ങയുടെ അധീനതയിൽ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് ഞങ്ങളോട് പറയാമെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആനന്ദമുണ്ടാകും. ജനകൻ സ്പഷ്ടമായി എല്ലാം വിശദീകരിച്ചു. വത്സന്മാരെ, എന്റെ വംശത്തിലെ മഹാനും പൂർവികനുമായ നിമിക്ക് ശേഷം 6 പുരുഷാന്തരങ്ങൾ കഴിഞ്ഞ് ദേവരാതൻ എന്ന ഒരു രാജാവ് ഈ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിന്റെ രാജധാനിയിൽ ദേവന്മാർ വിശ്വാസത്തോടെ ഈ ശിവജാപം സൂക്ഷിച്ചു. അതിൽ പിന്നെ അതവിടത്തന്നെയായി. അത് ദേവകളുടെ ആയുധമാണ്. അതുകൊണ്ട് അത് ഒരു സാധാരണ ചാപമല്ലെന്ന് ഞാൻ ഉറപ്പായി പറയുന്നു. അനേകായിരം തോലഭാരമുണ്ടിതിന്. ഇതുവരെ ഒരാളും അത് നിവർത്തിപ്പിടിച്ചിട്ടില്ല. കാരണം അത്രയും ഘനം ആർക്കുയർത്താൻ കഴിയും? ആ വില്ല് കുലയ്ക്കുവാനോ ഉയർത്തിപ്പിടിക്കാനോ ആർക്ക് കഴിയുമെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചു നോക്കാൻ ആളുകളെ ക്ഷണിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ചെയ്യാൻ കഴിയുന്നയാളെ ഇനിയും കാണാനിരിക്കുന്നു. അതിനായി ശ്രമിച്ച എല്ലാ രാജാക്കന്മാരും രാജകുമാരന്മാരും പരാജയപ്പെട്ട് അപമാനിതരായി മടങ്ങുകയാണുണ്ടായത്. അവർക്ക് വില്ല് കുലയ്ക്കുവാനോ തെല്ലെങ്കിലും നീക്കാനോ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ യജ്ഞം ചെയ്യാൻ തീരുമാനിച്ച ഭൂമി ഉഴുതുകൊണ്ടിരുന്നപ്പോൾ ഉഴവുചാലിൽ ഒരു പെട്ടി എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഞാനത് അവിടുത്തെടുത്ത് മാറ്റി പരിശോധിച്ചപ്പോൾ അതിൽ അതികോമളയായ ഒരു പെൺകുഞ്ഞിനെ കണ്ടു. സീതയിൽ നിന്നും ലഭിച്ചതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് സീതയെന്നു പേരിട്ടു. സ്വന്തം കുഞ്ഞിനെപ്പോലെ വളർത്തി. ഒരു ദിവസം അവൾ കൂട്ടുകാരികളുമായി കളിച്ചുകൊണ്ടിരിക്കെ കുഞ്ഞിന്റെ കളിക്കോപ്പ് ഉരുണ്ടുരുണ്ട് ഈ വില്ലുവെച്ചിരുന്ന പെട്ടിയുടെ അടിയിൽ ചെന്നുപെട്ടു. പല സൂത്രങ്ങളും ഉപയോഗിച്ച് അവർ അത് എടുക്കുവാൻ ശ്രമിച്ചു. പന്ത് പെട്ടി കടിയിലേക്ക് തന്നെ ഉരുണ്ടുപോയി. പക്ഷേ ഞങ്ങളുടെ കൊച്ചുമോൾ
സീത കൂട്ടുകാരുടെയും രക്ഷാകർത്താക്കളുടെയും വൃഥാശ്രമങ്ങൾ കണ്ടു ചിരിക്കുകയാണ് ചെയ്തത്. തന്റെ ഇളങ്കൈകൊണ്ട് അവൾ ആ പെട്ടി നീക്കി കളിക്കോപ്പ് കൈക്കലാക്കി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ആ സമയം അത് കണ്ടുനിന്ന അത്ഭുതസ്തബ്ധരായ ആളുകളിൽ നിന്നാണ് രാജനിമാർ ഇതറിഞ്ഞത്. അവരിൽ നിന്ന് ഞാൻ അറിയുകയും ചെയ്തു. ഈ വില്ല് വളച്ചു കെട്ടി അർഹത തെളിയിക്കുന്ന വീരൻ സീതയെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആ ദിവസം ഞാൻ നിശ്ചയിച്ചു. സീതയെ പരിണയിക്കുന്നതിനായി പല രാജകുമാരന്മാരും വില്ലെടുക്കാനും വളയ്ക്കാനും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാം അപമാനകരമായ പരാജയം അഭിമുഖീകരിക്കേണ്ടിവന്നു. അവർ വ്രണിതഹൃദയരായി. അവരെ ഞാൻ കരുതിക്കൂട്ടി അപമാനിച്ചതാണെന്ന് അവർ പറഞ്ഞു. നിരാശയിലാണ്ട അവർ ഒന്നിച്ചുകൂടി തങ്ങളുടെ സൈന്യങ്ങളെ ചേർത്തുകൊണ്ട് മിഥിലയെ ആക്രമിച്ചു. നിരോധം 1 വർഷക്കാലം നിലനിന്നു. അതിന്റെ ഫലമായി എന്റെ ആയുധശേഖരമെല്ലാം നശിച്ചു. മിഥില നഗരിയുടെ വിധിയെപ്പറ്റി ഞാൻ വല്ലാതെ വ്യാകുലപ്പെട്ടു. ദേവന്മാരുടെ അനുഗ്രഹം തേടുവാൻ തപസ്സു ചെയ്യുകയല്ലാതെ എനിക്ക് ഗത്യന്തരമില്ലായിരുന്നു. ദേവന്മാർ എന്നിൽ സന്തുഷ്ടരായി. ഗജം, രഥം, തുരകം, കാലാൾ എന്നീ 4 അംഗങ്ങളുടെ സഹായം ഉടനെ എത്തുമെന്ന് എന്നെ അനുഗ്രഹിച്ചു. അതായത് നിരോധിക്കുന്ന സൈന്യങ്ങളുടെ പിന്നിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള എനിക്ക് സൈന്യസഹായം ലഭിച്ചു. അവർ പിന്നിൽ നിന്നും ആക്രമിച്ചതോടെ ശത്രുസൈന്യം ചിന്നിച്ചിതറി. ഈ പ്രതികാരപരമായ സൈനിക പ്രവർത്തനത്തിനിടയിൽ എനിക്ക് വില്ല് സൂക്ഷിക്കുവാൻ കഴിഞ്ഞു. കണ്ണിലെ കൃഷ്ണമണി.